നമസ്കാരം. അമേരിക്കയുടെയും ചൈനയുടെയും പ്രസിഡന്റുകൾ നടത്തിയ 2 ദിവസത്തെ മീറ്റിംഗിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്തതും അമേരിക്കയിൽ ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നു എന്നുള്ള സൂചന ലഭിക്കുകയും ചെയ്തതോടുകൂടി അമേരിക്കൻ മാർക്കറ്റ് ഇപ്പോൾ ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ബ്രന്റ് ക്രൂഡിൻ്റെ വില 2% വർദ്ധിച്ച് $109 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. ഈ ഡേറ്റകളെല്ലാം സൂചിപ്പിക്കുന്നത് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് വരാനുള്ള സാധ്യതയാണ്. അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. S&P 1%-നടുത്തും നാസ്ഡാക്ക് 1.30%-നടുത്തുമാണ് ഇപ്പോൾ ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റ് മോശം പെർഫോമൻസ് നടത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഇൻഫ്ലേഷനെക്കുറിച്ചുള്ള ആശങ്കകളും ചൈനയും അമേരിക്കയും തമ്മിൽ നടത്തിയ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്തതുമാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. ഇനി തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് ടാറ്റാ സ്റ്റീൽ. ടാറ്റാ സ്റ്റീലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 146% വർദ്ധിച്ചു. 1200 കോടിയിൽ നിന്നും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2965 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. സീക്വൻഷ്യലി പ്രോഫിറ്റ് 8.6% വർദ്ധിച്ച് 2730 കോടിയിൽ നിന്നും 2965 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. കൂടാതെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 12.5% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 56,218 കോടിയിൽ നിന്നും 63,270 കോടിയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. എബിറ്റ 47% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 9,553 കോടിയായി മാറുകയും എബിറ്റ മാർജിൻ 16%-ഓളം ഉയരുകയും ചെയ്തു. ഇനി റീജിയൻ വൈസ് കമ്പനിയുടെ ബിസിനസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ബിസിനസ്സിൽ 25%-ഓളം വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനിയുടെ ബിസിനസ്സും മികച്ചതാണ്. അതോടൊപ്പം തന്നെ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ ഡേറ്റ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൽ 3 മടങ്ങ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 3,173 കോടിയിൽ നിന്നും 10,885 കോടിയിലേക്കാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. കൂടാതെ റവന്യൂ 2,18,542 കോടിയിൽ നിന്നും 2,32,139 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസും ജിയോ എക്കണോമിക് അൺസർട്ടനിറ്റിയും ഉണ്ടായിട്ടും കമ്പനി മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കൂടാതെ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് $4 പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ജൂൺ 12 മികച്ച ഡിവിഡൻഡും ക്വാർട്ടർലി റിസൾട്ടിലെ ഡീസൻറ്റ് പെർഫോമൻസും മൂലം ടാറ്റാ സ്റ്റീൽ എന്ന സ്റ്റോക്ക് തിങ്കളാഴ്ച മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ സ്റ്റോക്ക് സെയിലാണ്. സെയിലിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 46.7% വർദ്ധിച്ചു. 1,251 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 1,836 കോടിയിലേക്കാണ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂ 5% വർദ്ധിച്ച് 29,316 കോടിയിൽ നിന്നും 30,813 കോടിയിലേക്കെത്തി. കമ്പനിയുടെ എബിറ്റ 26.5% വർദ്ധിച്ച് 3,483 കോടിയിൽ നിന്നും 4,408 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 11.9%-ൽ നിന്നും 14.3%-ലേക്ക് ഉയരുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് സെയിൽ എന്ന കമ്പനി $2.35 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായതിന് പിന്നിലെ പ്രധാന കാരണം ഡൊമസ്റ്റിക് സ്റ്റീൽ ഡിമാൻഡിലുള്ള വർധനവും ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗ് വർദ്ധിച്ചതും കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കമ്പനി ഉയർത്തിയതിൻ്റെയും പശ്ചാത്തലത്തിലാണ്. ഈ ഫാക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റീൽ സെക്ടറിലെ 2 സ്റ്റോക്കുകളായ സെയിൽ, ടാറ്റാ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്